കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും ഡിവൈഎഫ്ഐ നേതാവുമായ സിയാദിന്റെ 4ാമത് രക്തസാക്ഷി ദിനം സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു. സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം എം നൌഷാദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കായംകുളത്തെ ജീവകാരുണ്യ പ്രവർത്തകനും ഡിവൈഎഫ്ഐ നേതാവും സിപിഎം അംഗവുമായിരുന്ന സിയാദിനെ കൊട്ടേഷൻ ഗുണ്ട മാഫിയ സംഘം കുത്തിക്കൊലപ്പെടുത്തിയിട്ട് 4 വർഷം തികയുന്നതിന്റെ ഭാഗമായി 4ാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. രക്തസാക്ഷി ദിന റാലി മേടമുക്കിൽ നിന്നും ആരംഭിച്ച് രക്തസാക്ഷി നഗറിൽ സമാപിച്ചു. ഇവിടെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാൻ പതാക ഉയർത്തി. പൊതുസമ്മേളനം സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം എം നൌഷാദ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. മരണത്തിന് ശേഷവും സമൂഹം ഓർക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവൃത്തി നന്നായിരിക്കണം. ഈ സമൂഹത്തിന്റെ നന്മയ്ക്കായി കോവിഡ് കാലഘട്ടത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ ഭക്ഷണം പോലും ലഭ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. ആ ചുമതല നിർവഹിച്ചുകൊണ്ട് സജീവമായി സാമൂഹ്യ സേവന പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന സഖാവിനെയാണ് കൊട്ടേഷൻ സംഘം കൊലപ്പെടുത്തിയത്. നിങ്ങൾക്ക് സിയാദിനെ ശാരീരികമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്നിരിക്കാം, പക്ഷെ സഖാവ് സിയാദ് ഉയർത്തിയ മുദ്രാവാക്യം, ആശയം ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കാനേ കഴിയില്ല. സഖാവ് സിയാദിന്റെ ഓർമ്മകളും ഈ സമൂഹത്തിൽ നിന്നും ഒരിക്കലും നീക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് എൻ്റെ മുമ്പിലുള്ള ഈ ജനക്കൂട്ടം. അതാണ് സഖാവ്. നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു വ്യക്തി മരിച്ചു എന്നാണ്, ഒരു ശല്യം ഒഴിവായി എന്നുള്ളതാണ്. പക്ഷെ കൂടുതൽ കരുത്തോടു കൂടി സഖാവ് സിയാദിന്റെ ഉയർത്തിയ ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സഖാവ് സിയാദിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായി നൂറുകണക്കിന് സഖാക്കൾ അണിനിരന്നുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തി, നിങ്ങളെ ഒറ്റപ്പെടുത്തി, സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പ്രസ്ഥാനം എന്നും മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഈ രക്തസാക്ഷി ദിനാചരണം തെളിയിക്കുന്നത്. സഖാവ് സിയാദിനെ പോലുള്ള ആയിരക്കണക്കിന് പ്രവർത്തകർ, നൂറുകണക്കിന് രക്തസാക്ഷികൾ അവരുടെ ജീവൻ കൊണ്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് CPIM. ഇവിടെ ഇന്നിപ്പോ നമ്മളിവിടെ എല്ലാം ഇവിടെ ഒരുമിച്ചിരിക്കുന്നു, മനസമാധാനത്തോടിരിക്കുന്നു, സ്വസ്ഥതയോടിരിക്കുന്നു, അല്ലേ? യാതൊരു ടെൻഷനും ഇല്ലാതല്ലേ എൻ്റെ മുമ്പിൽ എല്ലാവരും ഇരിക്കുന്നത്. പക്ഷെ ഇതായിരുന്നോ നമ്മുടെ നാട്? സ്വാമി വിവേകാനന്ദൻ പ്രാന്താലയം എന്ന് വിളിച്ചൊരു നാടാണിത്. കേരളത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്? കേരളം ഒരു പ്രാന്താലയം. ആ പ്രാന്താലയം ഇന്ന് ആരുടെ നാടാ? സ്വാഗത സംഘം പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് അധ്യക്ഷനായി. MA സമദ് സ്വാഗതം പറഞ്ഞു. P അരവിന്ദാക്ഷൻ, P ഗാനകുമാർ, N ശിവദാസൻ, P ശശികല, KP മോഹൻദാസ്, G ശ്രീനിവാസൻ, P സുരേഷ് കുമാർ, പ്രഭാകരൻ, JK നിസാം തുടങ്ങിയവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.